ദന്തിവരം പ്രസൂതി എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്തിലെ വരികളൊക്കെ എടുത്തിട്ട് വ്യാഖ്യാനിച്ചിരിക്കാം. അവസാനം എല്ലാം യഹോവയിലും യേശു ക്രിസ്തുവിലാണ്. കയ്യിൽ കിട്ടിയതും വായിൽ തോന്നുന്നതും വായിച്ചതെല്ലാം കൂടി ചേർത്ത് യേശു ക്രിസ്തുവിന്റെ തലയിൽ വെച്ചിട്ട്. പിന്നെ വേറൊരാളുണ്ട്, ഗമായേൽ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇവിടെ കാട്ടാക്കടയിലുള്ള ആളാണ്. അദ്ദേഹം എന്നൊന്നും പറയാൻ പറ്റില്ല. തനി കള്ളത്തരം ചെയ്യുന്നവരെങ്ങനെ ഈ അദ്ദേഹം എന്നൊക്കെ പറയാ? അത്ഭുതം തോന്നാറുണ്ട്. ഓരോ വാക്കുകളും യേശു ക്രിസ്തുവിൽ കൊണ്ടുപോയിട്ട് യഹോവയിൽ കൊണ്ടുപോയിട്ട് കുറെ പുസ്തകങ്ങൾ ഇറക്കാം. അടുത്ത കാലത്ത് ഒരു മൈക്കേൽ ഉണ്ടായിരുന്നു, വയലാർ മൈക്കേൽ. ഉപനിഷത്തുക്കൾ എടുത്തിട്ട് യേശു ക്രിസ്തുവിനെ ന്യായീകരിച്ചതാ. എനിക്ക് ആ പുസ്തകം അയച്ചു തന്നു. താൻ ഉപനിഷത്തിൽ 5-6 വരികൾ എടുത്ത്, ഇവിടുത്തെ ബിഷപ്പുമാരൊക്കെ ഡോക്ടറേറ്റ് എടുക്കാറില്ല, തിയോളജിയില് ദൈവശാസ്ത്രത്തില് എന്ത് എഴുതി കൊടുത്താലും വിരോധമില്ല, അപ്പൊ ഡോക്ടറേറ്റ് കിട്ടും. ആ ഡോക്ടർ എന്ന് വെച്ചിട്ടാ ഓരോരുത്തർ അച്ഛന്മാരും ബിഷപ്പുമാരും നടക്കുന്നത്. ഒരാളും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ല, എല്ലാം യെരുശലേമിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഇസ്രായേലിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രം എടുത്തവരാ. പി ബെഞ്ചമിൻ കൽപ്പറ്റയില്, ഗമായേല് കാട്ടാക്കടയില്, കോശി എബ്രഹാം പാലയില്, അരവിന്ദാക്ഷ മേനോൻ പുതുപ്പള്ളിയില് ഒക്കെ ഒന്നുകിൽ ഹിന്ദു പേരും വെച്ചുകൊണ്ട് നടക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻ പേര് വെച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ദൈവങ്ങളെ മുഴുവൻ അങ്ങോട്ട് എടുക്കാം. അപ്പൊ ഈ ഹിന്ദുക്കളുടെ ദൈവങ്ങൾക്കും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾക്കും ഇത്ര കുഴപ്പമുണ്ടായിട്ടാണല്ലോ ഇവരെയൊക്കെ മതം മാറ്റാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ എന്തിനാ പിന്നെയും വീണ്ടും ഹിന്ദുവിന്റെ പ്രജാപതി സങ്കല്പം, യാഗം, ഇതെല്ലാം എടുക്കുന്നത് എന്തിനാ? ഇപ്പൊ വേറെ ഒരു പരിപാടി കൂടി തുടങ്ങിയിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ ലക്ഷാർച്ചന. ഈ ഹിന്ദുധർമ്മത്തിന് ഇത്ര കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ എല്ലാവരും ഈ പാവങ്ങളെ പറ്റിച്ചിട്ട് മതം മാറ്റുന്നത്? ഈ അമ്പലത്തിലുള്ള പവിത്രമായി സ്ഥാപിക്കേണ്ടത് കൊടിമരം, അതിനെ നീചമായിട്ട് ആ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ കുരിശി വയ്ക്കാം. ദൈവപുത്രനെ ആണിയടിച്ചു കൊന്ന സാധനം ഹിന്ദുക്കളുടെ നല്ല കൊടിമരത്തിന്റെ മുകളിൽ വെക്കാം, ഹിന്ദുക്കളുടെ കൽവിളക്കിന്റെ മുകളിൽ വെക്കാം, ഹിന്ദുക്കളുടെ പിച്ചള വിളക്കിന്റെ മുകളിൽ കുരിശി വെക്കാം. എന്താ ചെയ്തത്? ഭാരതവൽക്കരണത്തിന്റെ പേരില്, ഹിന്ദുക്കളുടെ നന്മകൾ എടുക്കുകയാണെന്നുള്ള പേരില് ഹിന്ദുക്കളുടെ നന്മകളെ എടുത്ത് അതിൻ്റെ മുകളിൽ കുരിശി വെച്ച് അതിനെ ക്രൈസ്തവവൽക്കരിക്കാം. ഇതാണോ നന്മ? ഏത് തിയറി പ്രകാരമാണ് ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ കൊടിമരം വെക്കുന്നത്? ഹിന്ദുക്കളുടെ കണ്ണില് പൊടിയിടാനായിട്ട്. നിങ്ങൾ ഭാരതവൽക്കരണത്തിൽ അതേ ഹിന്ദുവിനെ അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക. കളിമൺ പ്രതിമകൾ ആരാധിക്കുന്നവരാണ് ഹിന്ദുക്കൾ എന്ന് പറയുക, അപ്പുറത്ത് പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പ്രതിമ ഉണ്ടാക്കാം. പ്രതിമയെ ആരാധിക്കരുതെന്ന് യഹോവ പറഞ്ഞിട്ടുണ്ട്. അശേര വിഗ്രഹങ്ങൾ തകർക്കണം, അവിടെ ഉള്ളവരെ കൊല്ലണം, അവരെ കൊല്ലാൻ നിങ്ങളുടെ കൈ ആദ്യം ഉയരണം, അവരെ സംരക്ഷിക്കുന്നവരെ കൊല്ലണം എന്ന് പറഞ്ഞിരിക്കുന്ന അതേ കർത്താവിന്റെ ആൾക്കാരാ ഈ വഴി മുഴുവനും സെന്റ് ജോസഫ്, സെന്റ് സെബാസ്റ്റ്യൻ, സെന്റ് പീറ്റർ, സെന്റ് ജോർജ്, ഇവരുടെ എല്ലാവരുടെയും പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ ബിംബം വെക്കാം. ബിംബാരാധന എതിർക്കുന്നവർ തന്നെ അത് ചെയ്യാം. അത് തന്നെയാണ് കോൺക്രീറ്റ് കൊണ്ടുള്ള കുരിശ് വെക്കാം. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുതുപ്പള്ളിയിൽ വൈകുന്നേരം കാണാം, അവിടെ തുലാഭാരം വൈകുന്നേരം. ഹിന്ദുക്കൾ ചെയ്യുന്നതിന് എതിരെ ചെയ്യണം, എന്നാലേ ശരിയാവുള്ളൂ. അവിടെ ഒരിക്കല് ഏതോ ചേംബർലൈൻ പോപ്പിന്റെ ആളവിടെ വന്നപ്പോഴത്തേക്കും ഞായറാഴ്ച വൈകുന്നേരം തുലാഭാരം നടത്താൻ തീരുമാനിച്ചു. ഈ ചേംബർലൈന് നല്ല ഭാരം ഉണ്ടായിരുന്നു. തുലാഭാരത്തിന് വേണ്ടി വാങ്ങിച്ച പഞ്ചസാര മതിയായില്ല. ഇപ്പൊ എന്താ ചെയ്തത്? മറ്റേ അച്ഛൻ ഈ തുലാഭാരത്തിന്റെ മറ്റേ തട്ടിൽ കയറി നിന്നു, ത്രാസിന്റെ മറ്റേ തട്ടിൽ കയറി നിന്നു. ഇങ്ങനെയൊക്കെയാ തുലാഭാരം നടത്തുക. എന്നിട്ട് വിഷുക്കണി വെക്കുക, എന്നിട്ട് അതിൽ കുരിശി വെക്കുക. അതേപോലെ വിജയദശമി ദിവസം എഴുത്തിനിരുത്തുക, അതില് അള്ളാഹുന്ന് മുസ്ലിങ്ങൾ എഴുതുന്ന മാതിരി ഇവിടെ കുരിശ് വരപ്പിക്കാം. ശരിക്കും ഭാരതീയ സംസ്കാരത്തെ നീചവും നിന്ദ്യവുമായ രീതിയിൽ അവഹേളിക്കുക ചെയ്യുന്നത്. ഹിന്ദുവിന് ക്ഷമിക്കാനും പൊറുക്കാനും അറിയാവുന്നത് കൊണ്ട് പ്രതികരണം ഉണ്ടാവണില്ല. നേരെ മറിച്ച് ഇസ്ലാമിന്റെ എന്തെങ്കിലുമായി ഇതേപോലെ ചെയ്തിരുന്നെങ്കിൽ ചെയ്ത അച്ഛന്റെയും ബിഷപ്പിന്റെയും കഴുത്തിന്റെ മുകളിൽ പലപ്പോഴും തല കാണാത്ത വിധത്തിലാണ്. ഡെൻമാർക്കിലൊക്കെ മുഹമ്മദ് നബിയുടെ ചിത്രം വരച്ചതിന് കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഹിന്ദുക്കൾ ക്ഷമിക്കുന്നത് കൊണ്ട് ഹിന്ദുക്കളുടേതായിട്ടുള്ളത് എടുത്തിട്ട് വളരെ വികൃതമായിട്ട് അതിനെ, ഇപ്പൊ ഏതാണ്ട് ഹിന്ദുക്കളുടെ തന്നെയല്ല, മലയാറ്റൂർ പള്ളിയിലേക്ക് ഇരുമുടി കെട്ടിക്കൊണ്ടാ പോകുന്നത്. ഹിന്ദു ധർമ്മത്തിന് ഇത്രയധികം പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനീ പാവങ്ങളെ അങ്ങോട്ട് മതം മാറ്റിയിട്ട് പിന്നെ ഇത് തന്നെ ആചരിപ്പിക്കുന്നത്?
പിന്നെ ഇപ്പൊ അമ്പലങ്ങളില് അല്ല പള്ളികളില് ആനയെടുപ്പായി. കൊരട്ടിമുത്തിയുടെ പള്ളിയുടെ അവിടെ കൂടെ ഒരിക്കൽ പോയപ്പോ കണ്ടത് കൊരട്ടിമുത്തിയുടെ പറയെടുപ്പ. ആനയുടെ മുകളിൽ കൊരട്ടിമുത്തിയുടെ ചിത്രം വെച്ച് വീട് വീടാന്തരം കയറി പറയെടുക്കാം. ഓണക്കളം, കന്യാസ്ത്രീകള് ഓണപ്പൂവിടുക. ഇനി നടുക്ക് കുരിശി തന്നെയാ. അതാണ് അതിന്റെ പ്രത്യേകതയും. ഇവിടെ നിന്ന് കുറെ എടുത്ത് ബാക്കിയുള്ളത് കുരിശി ചേർക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്നത്. യേശു ഭാഗവതം വായിക്കാം. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഇവരെല്ലാം ചെയ്യുന്നു. പരിണത ഫലം എന്താണെന്നറിയോ? ഹിന്ദു ധർമ്മത്തിനെ ഇല്ലാതെയാക്കി 2020 ആണ്ടാവുമ്പോ ഇന്ത്യൻ പാർലമെന്റിൽ ബൈബിള് വായിപ്പിക്കണമെന്നൊരു പ്രതിജ്ഞയുണ്ട്. 1949 ബിഷപ്പ് വന്നപ്പോ ബിഷപ്പ് പറഞ്ഞത്, ആസ് ലോങ് ആസ് യു ആർ ദ മൈനോറിറ്റി, യൂസ് ദ ബെനിഫിറ്റ് ഓഫ് ദ മൈനോറിറ്റി ഫോർ റൂളിംഗ് ദ മെജോറിറ്റി. When you become the majority, use the power of the majority to rule the then minority എന്നാ പറഞ്ഞത്. നിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തോളം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ ഉപയോഗിച്ച് ഭൂരിപക്ഷത്തെ ഭരിക്കാം. നിങ്ങൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഹിന്ദുക്കളായ ന്യൂനപക്ഷങ്ങളെ ഭരിക്കാം. അതേപോലെ 2000 ആണ്ടില് ദീപാവലി ദിവസം തൽക്കത്തോറ സ്റ്റേഡിയത്തില് 4000 ബിഷപ്പുമാരെ അഭിസംബോധന ചെയ്ത് പോപ്പ് പറഞ്ഞ വരി, ആദ്യത്തെ സഹസ്രാബ്ദം യൂറോപ്പും ഇംഗ്ലണ്ടും മതപരിവർത്തനം നടത്തി. രണ്ടാമത്തെ സഹസ്രാബ്ദം ആഫ്രിക്കയും അമേരിക്കയും മതപരിവർത്തനം നടത്തി. മൂന്നാമത്തെ സഹസ്രാബ്ദം ഇന്ത്യയും ചൈനയും മതം മാറ്റാനുള്ള പ്രതിജ്ഞയോടുകൂടിയാണ്. 2020 ആണ്ട് ഇന്ത്യക്കാരെ മൊത്തം ക്രിസ്ത്യാനികളാക്കി. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ ബൈബിൾ വായിപ്പിച്ച് ലോകത്തിലേക്ക് ആവശ്യമായ മിഷണറിമാരെ കേരളത്തിൽ നിന്നുണ്ടാക്കി. ഇറ്റലി ഭരിക്കാൻ പോലും ക്രിസ്ത്യാനികൾ ഇപ്പൊ ഇല്ല. ഒക്കെ കേരളത്തിൽ നിന്ന് പോകുന്നവരാ. നല്ല പൈസ കിട്ടും, നല്ലോണം ഭക്ഷണം കിട്ടും. ഇറ്റലിയിലാ ജോലി എന്ന് പറയുകയും ചെയ്യാം. പോപ്പിന്റെ അടുത്താ താമസിക്കുന്നതെന്നും പറയാം. പോപ്പിന്റെ തൊട്ടടുത്ത മുറിയിലാ കിടക്കുന്നതെന്ന് പറയാം. ഈ കോട്ടയത്തെയും ചങ്ങനാശ്ശേരിയിലെയും ചെങ്ങന്നൂരിലെയും അതേപോലെ തന്നെ മാവേലിക്കര, അടൂര്, പത്തനാപുരം, പത്തനംതിട്ട ഇവിടെയുള്ള ക്രിസ്ത്യാനികളാ ഭാരതം മുഴുവനും അടിമുടി മതപരിവർത്തനം നടത്തുന്നത്. യേശുക്രിസ്തുവിന്റെ പേരില്, ഇല്ലാത്ത ദൈവപുത്രന്റെ പേരില്, മരിക്കാത്ത ദൈവപുത്രന്റെ പേരില്, സ്വർഗത്തിലേക്ക് പോവാത്ത ദൈവപുത്രന്റെ പേരില്, മനുഷ്യരാശിക്ക് വേണ്ടിയാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറയാതെ നെഞ്ചത്തടിച്ച ഏലി ഏലി ലമാ സബക്താനി എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിന്റെ പേരില് ഹിന്ദുക്കളെ മുഴുവനും മതം മാറ്റി ലോകത്തിൽ ക്രിസ്തുമതം നിലനിർത്താൻ എൻ്റെ ക്രിസ്ത്യാനികളെ നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ഹിന്ദു സംസ്കാരം BC 8275 ആർക്കിയോളജിക്കൽ എവിഡൻസ് പ്രകാരമുള്ളത്. അവിടെ മുതൽക്ക് AD 2012 വരെയുള്ള 10,000 വർഷത്തെ പാരമ്പര്യമുള്ള സംസ്കാരത്തില് ഗംഗാനദിയിൽ കുളിച്ചാൽ 150 ദൃഹം പ്രായശ്ചിത്തം ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ഔറംഗസീബിന്റെ കാലത്ത്. അന്ന് പോലും തളരാത്ത ഹിന്ദുമതത്തെ തളരാൻ അനുവദിക്കില്ല. അത് വളരും, അത് ഉയരും, ലോകമെമ്പാടും അത് പടരാതിരിക്കില്ല. നിങ്ങളോട് അഭ്യർത്ഥന, യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവൻ സന്മനസ്സോടുകൂടി വന്നോട്ടെ, ഒരു പ്രശ്നമില്ല. മറിച്ച് ഈ ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും കൊലവിളിച്ചും നിങ്ങൾ ഹിന്ദുക്കളെ മതം മാറ്റല്ലേ. ഒരിക്കൽ ഹിന്ദു തിരിച്ചടിച്ചാൽ അന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. ആവശ്യമില്ലാത്തത് ചെയ്യരുത്. ഗോപാലകൃഷ്ണൻ വേദനയോടുകൂടി പറയാം, നിരന്തരം ഭാരതത്തിൽ ഓരോ സ്ഥലത്തും ഭാരതത്തിന് പുറത്തും പോവാൻ സാധിച്ച വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്നു, ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും അപകീർത്തിപ്പെടുത്തിയും കാശ് നൽകിയും നിങ്ങൾ 40 ലക്ഷത്തോളം വരുന്ന ക്രിസ്ത്യാനികള് ഓരോ ഹിന്ദുവിനെയും മതം മാറ്റുകയും 2.5 ലക്ഷത്തോളം വരുന്ന അച്ഛന്മാരും കന്യാസ്ത്രീകളും ഇതിന് നേതൃത്വം നൽകുകയും 69,000 കോടി രൂപ ഇവിടേക്ക് ഒഴുകുന്നത് പള്ളി ഉണ്ടാക്കാനും സ്കൂൾ ഉണ്ടാക്കാനും ഒന്നുമല്ല, മതം മാറ്റാനാണ് അവസാനത്തില് ചെന്നെത്തുന്നത് എന്ന് കേരളത്തിലെ ഹിന്ദുക്കൾ, ഭാരതത്തിലെ ഹിന്ദുക്കൾ തിരിച്ചറിയുന്ന കാലം വിദൂരമല്ലെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇവിടുത്തെ എല്ലാ ബിഷപ്പുമാർക്കും മെത്രാന്മാർക്കും അതേപോലെ ഭാരത മാതാവിനും ഭാരതീയ പൈതൃകമുണ്ടാക്കിയ ഋഷിവൈദ്യന്മാർക്കും എൻ്റെ പ്രണാമം. നന്മയിലൂടെ സഞ്ചരിക്കാം. ഭീഷണിപ്പെടുത്തിയും ചതിച്ചും വഞ്ചിച്ചും
ഒരു മതത്തിനെയും മനുഷ്യ മനസ്സുകളിൽ നിലനിർത്താൻ സാധിക്കില്ല എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രണാമം, നമസ്കാരം.